ഇനി പക്ഷെ എല്ലാം വീലെല്ലാം എടുത്ത് കുത്തണം, അതാണ് അടുത്ത പ്രശ്നം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അല്ലല്ല, ഈ സ്ട്രീമിൽ തന്നെ കളിക്കാം. ഡിസ്കോ ട്രോൾസ് കണ്ടവരടുത്ത് ഡിസ്കോ ട്രോൾ കണ്ടവരടുത്ത് പറഞ്ഞതാണ്. ഡിസ്കോ ട്രോൾ കാണാൻ വേണ്ടിട്ട് കുറച്ച് പേര് വരാം. ചേട്ടാ പ്ലീസ് അതൊന്ന് ഓഡിറ്റില് കൊടുക്കണേ പ്ലീസ്. എന്റെ താല്പര്യമില്ല. നിന്റെ പോക്കൃത്തരം ഇവിടെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. മനസ്സിലായി. തെറി വിളിക്കുന്ന ഒരു കാര്യമില്ലാതെ എന്തെങ്കിലും മേലെ മേലെ ഈഗിൾ ഗെയിമിംഗ് എനിക്കറിയാം, എന്നെ പഠിപ്പിക്കല്ലേ നീ എങ്ങനെ ഡിലീറ്റ് ചെയ്താ സെറ്റിംഗ്സ് അതിൽ ഓഡിറ്റ് നോക്ക്. ഏത് സേഫ്റ്റി അത് നോക്കിയേ. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കിയാ അതില് താഴെ ബാൻ ചെയ്തു. അതിന് സെർച്ച് ചെയ്യാൻ സെർച്ച് ചെയ്യണം. ഇങ്ങനെ വിട്ട ശരി. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഞെക്കിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഒരു തെറ്റും ചെയ്യാത്തൊരു നിരപരാധി അത്രയും ബാൻഡ് കണ്ടോ? എനിക്കൊന്ന് വീഡിയോ ഡേറ്റ് നോക്കിയേ. അങ്ങനെ കള്ളന്മാരെ മനസ്സിലായില്ലേ? പോക്കൃത്തരം കാണിക്കുന്നവരെയൊക്കെ ഇതെന്താ ഇത് പെട്ടെന്ന് പറയില്ലോ? മെയിൻ കള്ളാന്നല്ലോ. മെയിൻ കള്ളം വന്നല്ലോ. 916 കള്ളൻ എത്തിയല്ലോടാ. ഞാൻ കള്ളത്തിനൊന്നും പറയാറില്ല. എന്തോ പറയാൻ വന്നേ. നീ ഇപ്പൊ എന്തോ പറയാൻ പറഞ്ഞു? ഇല്ല, ചുമ്മാ അണ്ണനെ കാണാൻ അണ്ണനെ കാണാൻ നീ വന്ന് കുറച്ചു ദിവസം ശേഷം വന്നല്ലേ, കാണാവുന്നതാണ്. അണ്ണൻ എന്തുവാടാ കുറിഞ്ഞിപ്പോവോ കാണാമേ? വിഷയം ജോക്കി ഈ കണ്ടി കോമഡി ഒക്കെ എങ്ങനെയാ ജോക്കി ഇത് എഴുതി വെക്കുന്നതാണോ? എഴുതി വെക്കുന്ന നീ മനസ്സിലാവണല്ലോ ജോക്കിയൊക്കെ ഇങ്ങനെ ഈ നിലവാരത്തിലോട്ട് പോയെന്ന്. ഓ, ഗാന്ധി നിലവാരത്തിലുള്ള കോമഡി ജോക്കി കോമഡി എന്നൊക്കെ പറയുന്നവരെ വേണം ആദ്യം ഇത് പറയാൻ. നിന്റെ അച്ഛൻ പറഞ്ഞായിരുന്നു കോമഡിയാണത്. ജോക്കി അങ്ങനെ പറയല്ലേ ജോക്കി. ജോക്കി അയ്യോ സത്യം, ഇതുപോലൊരു തങ്കപ്പെട്ട മനുഷ്യൻ, ഇതുപോലെ അപരാധം പിടിച്ചൊരുത്തൻ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാം. ഇപ്പോഴും അതിനെ പറ്റി അതിന്റെ റിസർച്ച്. പുള്ളിയുടെ ഒരു ഗുണവും ഇല്ലാത്തൊരുത്തൻ. എന്താടാ ശരത്തേട്ടന്ന് ലേറ്റ് ആയിട്ട് വന്നേ, ഒരു അരമണിക്കൂറോടെ അവിടെ ഇരുന്ന അച്ഛൻ്റെ കൂടെ കയ്യിൽ എടുത്ത് 2 പെക്കൊക്കെ അടിച്ചിരുന്നേനെ. എടാ ആ ഡെസ്ട്രോനെ കൊണ്ടൊന്ന് റേഡിയന്റ് അടിപ്പിക്കണം. ഇമ്മോർട്ടൽ 2 ആയി. എന്തൊരു കളിയാണോ അവൻ. ഡെസ്ട്രോയാ? ഓ 4 ദിവസം കൊണ്ടാണ് ഇമ്മോർട്ടൽ 2 ആയി. എന്തൊരു കുറച്ചു ദിവസം സെർവർ ഇല്ലാത്തത് നന്നായി. ഇവനൊക്കെ ഇതെങ്കിലും കളിക്കട്ടെ. എടാ നീ അല്ല നീ എന്ത് ചെയ്യൂടാ? ഞാൻ 50 എടുത്തതേ വാലറന്റ് ഫൈനൽസ്. കണ്ണാപ്പി പറയിപ്പിക്കല്ലേ. ഇനി മെയിലരിപ്പ് ഞാൻ കാണുമല്ലോ. അമ്മാരി അടി അടിക്കുന്നേ ഇതോടെ കേട്ടില്ല. അല്ല, മെയിലരിപ്പ് എവിടെ കാണല്ലോ അമ്മാരി അടി അടിക്കുന്നേ. മെയിൻ ലൈനപ്പിലോ? ഓ, എന്തിന്റെ മെയിൻ ലൈനപ്പ്? ബാലന്റെ വീഡിയോ അവൻ ഇനി നാളെ കാണൂടാ. ഒരു മിനിറ്റടാ കണ്ണാപ്പി, ബാലന്റെ വീഡിയോ അവൻ നാളെ കാണൂടാ. ഇനി അവൻ ഇത്ര കുത്തുമല്ലേ, അതൊക്കെ കുത്തി കളിക്കുന്നു. ഞാൻ ഇതിവിടെ കുത്തി തിരിച്ച് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നീ ഹെഡ്സെറ്റ് ഊരി വെച്ചിട്ട് ഇതാക്കടാ. അല്ലല്ല കുഴപ്പമില്ല, ഓൾ കുടിച്ചു നോക്കി. ഒരു ഹെഡ്സെറ്റ് കൂടെ മേടിക്കണം കേട്ടോ. എന്താടാ ഒരു വയർലെസ് ഹെഡ്സെറ്റ് കൂടെ? എന്തിനാണ് എന്തൊരു കണ്ണാടി എണ്ണ ഇത്. ഇതിന് ഞാൻ കണ്ണാടി വെച്ചായിരുന്നു. എനിക്ക് കണ്ണാടി വെക്കണമെങ്കിൽ നിന്റെ ഇത് വേണം. എനിക്ക് ഞാൻ ഇഷ്ടമുള്ള കണ്ണാടി വെക്കും. നീ ആര് ചോദിക്കാൻ? എടാ നീ കണ്ണാടി വെച്ച അലിൻ ജോസ് പെരേര താടി വിഗ് വെച്ച് കണക്കിരിക്കും, മനസ്സിലായോ? അപ്പൊ ശരത്തേട്ടനൊന്ന് ആലോചിച്ചേ,
ആര് ചിരിക്കാത്ത എന്താടാ ഇതിനൊന്നും ഈകളെ സൂപ്പർ സൂപ്പർ ചേട്ടാ സൂപ്പർ. ഷോട്ടെക്സ് എന്തൊരു ലാസ്റ്റ് തിരിച്ചെങ്ങനെ മൈക്ക് ഓൺ ആക്കാൻ മറന്നു പോയത് ഇപ്പഴാണ് ഓൺ ആക്കിയത്. വെയിലെടുത്തല്ലേ ആ വാവ് ബ്രോ വാവ് യെസ്. ഞാനോട് എടുക്കും ഈ സിമ്പിൾ ഗെയിംസ് ഒക്കെ കളിച്ച് ട്രൈ ചെയ്യണ്ടേ നമുക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇവൻ എന്റെ വീട്ടിൽ വന്നായിരുന്നേ. വീട്ടിൽ വന്നിട്ട് ഈ കണ്ടിക്ക് ഞാൻ എന്റെ സിമുലേറ്ററിൽ ഗെയിം ഓപ്പൺ ചെയ്ത് കൊടുത്ത്. എടാ ഞാൻ പലതരം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാരണം എന്റെ വീട്ടിൽ വരുന്ന എല്ലാവരും ഇത് കളിച്ചു നോക്കുന്ന എല്ലാവരും സിമുലേറ്റർ പ്രോ ഒന്നും അല്ല. ആദ്യമായിട്ടാണ് ഒരാള് ഇത്ര അപ്പിയായിട്ട് കളിക്കുന്നത് ഞാൻ കാണുന്നത്. എന്റെ സിമുലേറ്ററിൽ 90 വയസ്സുള്ള ഒരു അമ്മച്ചി വരെ വന്ന് വണ്ടി ഓടിച്ചിട്ടുണ്ട് എന്റെ വീടിന്റെ അടുത്തുള്ള. മനസ്സിലായ പുള്ളിക്കാരി പോലും ഇതിൽ നന്നായിട്ട് ഓടിച്ചിട്ടുണ്ട്. ഇവനെ പോലത്തെ ഒരു കണ്ടി വായത്താള് ഒരു വളവ് വളക്കി അറിയത്തില്ല. എന്നിട്ട് ഡയലോഗ് പറയണ കാണാം. ഞാൻ അന്ന് ലൈവ് ഇടണമെന്ന് വിചാരിച്ചു. ഞാന് ഓരോ തീട്ടം. എനിക്കൊരു സുഖം കിട്ടുന്നില്ലടാ. പക്ഷേ മറ്റേ ചാരി ഇരുന്ന് കളിക്കുമല്ലോടാ, ഇത് ഇരുന്നല്ലേ കളിക്കുന്നത്. അതെ, പൊസിഷൻ മാറുമ്പോഴേ ആ സുഖം പോടാ. സത്യത്തിൽ പൊസിഷൻ മാറുമ്പോൾ സുഖം പോകണ്ട. അത് പണ്ടേ ഉള്ളതാ. അതെങ്ങനെയാ അത് ശരിയാ പൊസിഷനിലാണ്. പിന്നെ ടീഷർട്ട് എണ്ണ ചെറുതാ. എടാ ഇവിടെ അതിനകത്ത് അപ്ഡേറ്റ് ഉണ്ട് ഇതിന്. ഞാനേ ക്യാമറ കുറച്ച് താക്കട്ടെ, നിങ്ങക്ക് എന്നാലല്ല താഴെയുള്ളത് കാണാൻ പറ്റുള്ളൂ. താഴെയുള്ള കണ്ടെണ്ണ പിന്നല്ലാതെ മിണ്ടരുത്. അണ്ണു ഇത് കണ്ണാപ്പി നാളെ അണ്ണുന്റെ അങ്ങോട്ട് വരുന്ന പറഞ്ഞ് കണ്ണാപ്പി എന്നെ കൂടെ എടുത്തിട്ട് പോണേ. ആരും ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. നീ എന്ത് പറഞ്ഞു? ഇവിടെ വന്നിരുന്ന എന്റെ 2-3 ടീഷർട്ടും എന്റെ ഒരു 3000 രൂപ സ്പ്രേയും ഒരു കുപ്പി എടുത്തോണ്ട് പോയിട്ട് ഇത് നമ്മള് താഴെയുള്ളത് തന്നെ വീലും ഹാൻഡ് ബ്രേക്കും ഐമാക്സിൽ കാണുമ്പോ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ ലുക്ക് വെച്ചിട്ട് കണ്ണാപ്പി ചെയ്യുന്നു. കണ്ണാ വണ്ടി ഒന്ന് കൊണ്ടുവരാൻ ചോട്ടനടാ. നാളെ കൊണ്ടുവരട്ടെ. നാളെ അല്ലടാ, നാളെ അല്ല. നിന്റെ സിനിമയിലെ കൊളയട്ടായിട്ടും കൊക്കായിട്ട് വരെ അഭിനയിക്കാന്ന് പറഞ്ഞല്ലടാ ഞാൻ. ആ സ്നേഹമെങ്കിലും നിനക്ക് എന്നോട് കാണിക്കരുത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പൊസിഷൻ പോയപ്പോഴത്തേക്കിനെ ശരിയാണ്. അത് ശരിയാ. ക്യാമറ ആംഗിൾ മാറിയോ? ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്. ആ ക്യാമറ ആംഗിൾ ഇന്ന് കുറച്ച് ഇതായിട്ടിരിക്കുക. കാരണം ഇനി ഞാൻ തൊടാൻ പോയുണ്ടല്ലോ, അത് മൊത്തത്തിൽ മറിഞ്ഞു വീഴും. അതുകൊണ്ടല്ലാണ് ഇത് ക്യാമറ മാറേണ്ട സമയമായി. കൊടുക്കണ്ട ക്യാമറ. ഈ ക്യാമറ ഇല്ലേ, ക്യാമറ ഇതൊരു തന്തയില്ലാത്ത ക്യാമറയാ. ഇതിന് തോന്നുന്ന സമയത്ത് ഇത് ഓൺ ആവും, അല്ലാത്തപ്പോ ഇത് ഓഫ് ആവും. ചില സമയത്തുണ്ടല്ലോ, ചില സമയത്ത് ഇവന്റെ വിചാരം ഇവൻ ഈഗിളും ഞാൻ ക്യാമറയാണെന്നാണ്. അങ്ങനെയൊക്കെ എന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാമറ ഇത് എത്രയും പെട്ടെന്ന് മാറ്റും. അണ്ണാ ഞാൻ പറഞ്ഞില്ല അത് മാറണോണ്ട. എന്തായാലും ഇത് ആർക്കെങ്കിലും പയ്യന്മാർക്ക് കൊടുക്കാനോ? ആ പയ്യന്റെ പേര് മറ്റേ ദേവദത്ത് എന്നാണോ? തെണ്ടി ജീവിക്കാതെ വല്ല പണിയെടുത്ത് ജീവിക്കടാ ഇനിയെങ്കിലും. പിന്നെ ചോദിച്ചേ ക്യാമറ സെറ്റപ്പ് കിടിലോ അല്ലെങ്കിൽ കാശ് കൊടുത്ത് ക്യാമറ മേടിക്കണോടാ? മേടിക്കണം. വലിയ വിലയൊക്കെ ഗെയിമിംഗ് റൂം ഉണ്ടാക്കാല്ലേ? സോണി സർവീട്ടൊക്കെ ഭയങ്കര വിലയെന്നാണ് പറയുന്നത്. എടുത്തോടാ വീല്. എടാ ഇവനൊന്നും കൊടുക്കരുതാ. നമ്മൾ എന്തോ ഒരു സാധനം കൊടുക്കരുത് ഇവനൊന്നും. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നന്ദി ഇല്ലാത്തൊരുത്തിനാടാ നന്ദി ഇല്ലാത്തൊരുത്തൻ. സത്യം വീട്ടിൽ നിന്ന് വന്നിട്ട് ഉള്ള കുളിമുറി വരെ എത്തി നോക്കും നമ്മൾ മുള്ളുവാണെങ്കിൽ. അതിന് നീളുണ്ടെങ്കിൽ അതും കൂടെ എടുത്തോണ്ട് പോയാ. അണ്ണാ ഒരു സ്പ്രേ എടുത്തോണ്ട് പോയാ, ഒരു സ്പ്രേ ഒരു 3000 രൂപ സ്പ്രേ എടുത്തോണ്ട് പോയാൽ എന്തൊക്കെ നീ എടാ കണ്ണാപ്പി, ഞാൻ സത്യം തൊട്ട് വെക്കട്ടെടാ, ഒരു നാരങ്ങ വെള്ളം മേടിച്ചു തന്നിട്ടുണ്ടോ നീ എനിക്ക്? ഉണ്ട് എവിടെ അണ്ണാ ഓർമ്മയില്ല ഒരു വട്ടം?
എവിടെ ഒരു വട്ടം. സ്പ്രൈറ്റ് ഒക്കെ മേടിച്ചോണ്ട് വന്ന ഒരു ദിവസം. അത് നിനക്ക് കള്ളിൽ മിക്സ് ചെയ്യാൻ മേടിച്ചോണ്ട് വന്നില്ലേ നീ? അല്ലടാ ഒരു വട്ടം അല്ലാതെ ഞാൻ അണ്ണാ രണ്ട് നാരങ്ങളും ചായ മേടിച്ചു. ഞാൻ ഇങ്ങനെ എനിക്കങ്ങനെ കണക്ക് പറയുന്നത് ഇഷ്ടമല്ല. ഞാൻ അതിൽ ലൈവ് പറയത്തില്ലേ, ചായ വാങ്ങിച്ചു ലൈവ് പറയത്തില്ലേ. ഇല്ലത് ലൈവ് ഒന്ന് നോക്കൂ. ഞാൻ കുടിച്ചിട്ട് വരുന്നു ഗൈസ്. ഒരു മിനിറ്റ് ലൈവ് കാണുന്നുണ്ടോ? ലൈവ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഞാൻ ഈ പാട്ട് മാറ്റിയിട്ട് പോവാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കേട്ടോണ്ടിരിക്കും. എടാ കണ്ണ, ഞാനൊരു കാര്യം പറയട്ടെ. നീ ഒരു $00M ഊമ്പനാണ് അത് പറഞ്ഞു കണ്ണു, ഒരു പ്രശ്നമില്ല. അങ്ങനെ അണ്ണു എനിക്ക് ഐമാക്സ് ആണ് ഒഡീസി കാണണമെന്നുണ്ട്. അണ്ണു ഒഡീസി കാണാം. പോകുമ്പോ ഇതിന് പോണടാ, ഞാനിവിടെ വരാം. ഓ രണ്ട് അണ്ണു ഗോകു വിളിക്കുന്നു. അണ്ണൂന് ബുദ്ധിമുട്ടാവോ അണ്ണു? അവസാനം നമുക്ക് ഓ എടാ, ഇതിൽ കൂടുതൽ എന്തോ ബുദ്ധിമുട്ടാണ് നിനക്ക്. അങ്ങനെ പറയല്ലോ. എല്ലാ ആളെയും ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോ വിളിക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. നീ വാ. വിളിക്കാൻ വേണ്ടി എന്നിട്ട് വന്നില്ല, വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ. ഓക്കെ വാ. അല്ല അവനല്ല, അവൻ ലൈവ് കണ്ടോണ്ടിരിക്കുവാണേ. എന്നിട്ട് വരാതെ ഞാൻ വിളിക്കാം, എന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് വരാം. ഞാൻ വെള്ളം എടുത്താ വരുന്നത്. പോയിട്ടോ ബ്രോ കഴിച്ച് പറയണ്ടോ? എടാ ഞാനൊരു കാര്യം പറയട്ടെടാ. പറയണ്ടോ? ഞാൻ കല്യാണം കഴിഞ്ഞ് അവള് പ്രസവിക്കുന്നതിനേക്കാളും പാടായിരുന്നു. അല്ല അത്രയും ബുദ്ധിമുട്ട് പോലും ഇല്ലായിരുന്നു. അതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു ഞാനൊരു 2 ദിവസം ഞങ്ങൾ സഹിച്ചത്. മനസ്സിലായോ? അടാ അത് വെറുതെ ഇതിനാണോ ഇങ്ങനെ? കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. നീ ഇനി അവൻ ചാവുന്ന ഇത് പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ഇവൻ മറ്റേ ബഷീർ എഴുതിയ കഥ കണക്ക് കോഴിക്കോട് തിന്നാൻ പോയ ബിരിയാണി. അല്ല എഴുതി എന്തോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് പറഞ്ഞു തരും എന്ത് എഴുതിയത്? മനസ്സിലായോ? നിനക്ക് ഇന്നലെ പ്രസവേനായിരുന്നു. എന്നെ ഒരു 100 വിളി. അളിയാ രാത്രി ഉണ്ടല്ലോ അളിയാ, എനിക്ക് അപ്പിയിടാൻ മുട്ടിട്ട് അപ്പി പോകുന്നില്ല. അപ്പൊ നിന്റെ സൗണ്ട് വിളിച്ചാളിയാ. അവിടെ ഇറങ്ങി ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചേ. ചുമ്മാ ഗൈസ് എല്ലാവർക്കും വെൽക്കം. ഞാൻ UK-ലാണ്, അതറിയോ നിനക്ക്? വലിയ ഇതൊക്കെ 10 ആവശ്യമൊന്നുമില്ല. രാത്രി 12 ഇവിടെ 12 മണിക്കാണ് നീ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. അളിയാ നിന്നെ വെക്കാൻ സത്യം പറഞ്ഞ അലാം വെക്കണം, സമയം നോക്കണമെന്ന് എനിക്കറിയത്തില്ല. വിളിക്കത്തുള്ളൂ. ഞാൻ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വിളിക്കാൻ മാറ്റണ്ട. ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടേ വിളിക്കത്തുള്ളൂ അളിയാ. ഞാൻ ട്വീറ്റ് നമ്പർ എന്റെ ഉണ്ട്. ഞാൻ അവളെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കാം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എപ്പോ വിളിച്ചാലും നീ കക്കൂസിലാന്ന് പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്യുന്നില്ല. ജോക്കി നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ, നമ്മളൊരു തീട്ടത്തിനെ കിടന്ന് ഇഗ്നോർ ചെയ്ത് ലൈവ് 2 ദിവസം അവിടെ കിടന്ന് ഡയലോഗ് നമ്മൾ ആ തീട്ടത്തിൽ ഒഡീസി കാണാൻ പോയി ഞാനേ ഉള്ളു, മാറ്റണ്ട ഇല്ല. അതാലോചിച്ചോ എന്തോ ഞാനിവിടെ ഒറ്റയ്ക്ക്. എനിക്ക് ഇവിടുന്ന് നീ പിന്നെ കായംകുളം വണ്ടി എടുത്ത് പറഞ്ഞല്ലോ. എനിക്ക് ഇവിടുന്ന് 20 മിനിറ്റേ ഉള്ളൂ. ലുലു 20 മിനിറ്റ്. അതെന്ത് കണക്ക്? 1 മണിക്കൂർ. എടാ പോടാ മൊണ്ണത്തലയാ. 20 മിനിറ്റേ ഉള്ളൂ, 25 മിനിറ്റ്. നീ 25 മിനിറ്റ് കൊണ്ട് ലുലുല് നീ വന്നിട്ട് വൈകുന്നേരം 4 മണിക്ക് 4 മണിക്ക് നിന്റെ അച്ഛൻ ബീവാറി പടം ഓടിക്കുന്നോടാ കൊണപ്പാ. 6 മണിക്ക് പടം ഉണ്ട്. എല്ലാവർക്കും വെൽക്കം ഗൈസ്, എല്ലാവർക്കും വെൽക്കം. ചില്ലായിട്ടിരിക്കും. അവിടെ രണ്ടൊരു തമ്മിൽ ചാറ്റ് നോക്കട്ടെ, നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയല്ലേ. അപ്പൊ തല്ലു കൂടുമ്പോ കണ്ട. അപ്പൊ ഈ 6 മണിയുടെ പടത്തിന് എന്തിനാണ് 4 മണിക്ക് പോകുന്നത്? ഹലോ ഹലോ ഗൈസ്, 5 മണിക്ക് ഇറങ്ങിട്ട് എന്നെ 5:30 എത്തിച്ചാൽ എടാ ഈ SR കേടാ കോഴിക്കോട് പോടാ. നീ കോഴിക്കോട് അവിടെ പോയി ബിരിയാണി പോ. എടാ എനിക്ക് വിഷമാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ. വെച്ചിട്ട് പോ നീ. എനിക്കൊന്നും ഓർമ്മയില്ല അണ്ണാ, കഴിഞ്ഞ ആഴ്ച ഒന്നും ഓർമ്മയില്ല. കാണത്തില്ലടാ ഓർമ്മ നിനക്ക്, കാണത്തില്ല. ഇപ്പൊ ഈ സീറ്റിൽ നിന്ന് എണ്ണിട്ട് പോയവന് ഞാനും ആ തമ്പത്തൂരും ഉണ്ടല്ലോ കിടന്ന് ഉരുകുവായിരുന്നു. പിന്നെ പിള്ളേരും അവരും പറയണ്ട.
നിന്റെ അനിയനുണ്ടല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോളിലായിരുന്നു. എടാ ഇത്രയും മാസം അടിക്കുന്ന ഇറ്റാച്ചി കരയുന്ന നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? ഓ ഇറ്റാച്ചിയൊക്കെ കരയുന്ന കരച്ചില് കാണുന്നതായിരുന്നു. അയ്യോ അതൊന്നുമല്ല ശരത്തേട്ടാ, ഞാൻ ഇടയ്ക്ക് ഡാന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു ഓർമ്മയുണ്ടായിരുന്നു. അയ്യോ അതില് പേടിച്ച പണ്ടാരം എല്ലാരും മുള്ളി കേട്ടാ എന്റെ അമ്മോ. നീ ഒരു പ്രൊഫൈൽ അയച്ചു ഓർമ്മയുണ്ട ഒരു പെണ്ണിന്റെ അവളാന്ന് പറഞ്ഞേ. ആ അയ്യോ എന്നെ രാത്രി വിളിക്കാതെ തെറിയിൽ അറിയാവോ കൊറേ ആൾക്കാർ വിളിച്ചിട്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെ ചെയ്യുന്നേ? ഞാൻ രാവിലെ ഓർക്കൊണ്ടിച്ചോ നിന്നെ. എവിടേക്കോ പോയി മിണ്ടുന്നില്ല ആരും. ഹലോ കേക്കോ? അല്ല ഞാൻ രാവിലെ ഓർക്കൊണ്ടിച്ചത് നിന്നെ ബീച്ചിൽ കണ്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? ചുമ്മാരി എന്താ നിങ്ങള് ടിക്കറ്റ് എടുത്തതോ? ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ എത്തി, നാട്ടിൽ എത്തി. ആര് നീയോ? ചുമ്മാ ചുമ്മാ ഇതൊക്കെ എന്റെ അമ്മയുടെ സത്യം ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓ അങ്ങനെ ലൈവ് എപ്പോഴാ? ലൈവ് മറ്റന്നാൾ. ട്യൂബോർഗ് അറിയാം, നാട്ടിൽ എത്തിയിട്ട് വിളിച്ചില്ലല്ലോ ഗോകു. അതാണ് ട്യൂബോർഗിന്റെ വിഷമം. വാറ്റേ എൽഡൻ റിംഗ് ഉണ്ടോ കയ്യില്? എൽഡൻ റിംഗ് ഇല്ലേ? ഉണ്ടോ? ഉണ്ടോ? സക്കീർ ഉണ്ടോ? ആ അണ്ണു എനിക്ക് തരണേ. ഫൈനൽസ് കളിക്കാനുണ്ട്. ഫൈനൽസ് അല്ല, കണ്ണാടി ഊരിയില്ലേ? ഇല്ല ഇത് ഹായ് ഹായ്. ഞാൻ ഇത് വെച്ച് താഴെ കിച്ചണിൽ പോയിട്ട് തിരിച്ചു വന്ന് മോന്ത ഇടിച്ച് അതാണ് ഞാൻ ലേറ്റ് ഞാൻ ഇത് കണ്ണിരിക്കുന്നവരെ ഓർത്തില്ല. താഴെ ചെന്ന് ഇത് ശരിക്കും കാണത്തില്ലടാ അതോ? ജോഗി ഇത് സൺഗ്ലാസ് അല്ലേ ജോഗി? ഇത് അല്ല ഇതെന്ത് ഇത്ര അതെന്ത് മറ്റേ സൺഗ്ലാസ് ഉണ്ടല്ലോ ഇപ്പം, മറ്റേ രാത്രിയാണെങ്കിൽ പോലും കാണാൻ പറ്റുന്ന ഡ്രൈവിംഗ് ഗ്ലാസ് ആണോ? എന്നാ നീ അത് മേടിച്ചു വെച്ചോ, എനിക്ക് വേണ്ട. അല്ല എന്റെ സ്ക്രീൻ ഷെയർ ചെയ്തായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ സ്റ്റിയറിംഗ് വെക്കാനുണ്ട് നീ കണ്ണാടി മാറ്റിക്കോടാ, സ്ട്രെയിൻ ആവുന്നുണ്ടെങ്കിൽ വണ്ടി കണ്ണാടി മാറ്റി. ഒരു സ്ട്രെയിനല്ല ജോഗി, വാക്ക് പറഞ്ഞ വാക്കായി ജോഗി. നാല് ജോഗി 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 4 ജോഗി. ബാലിന്റെ കാര്യമൊക്കെ നീ ആലോചിക്കണം. ഈകളെ എന്തൊക്കെ ഡയലോഗ് അടിച്ചിട്ടാ ഞാൻ നോക്കിയപ്പോഴേ എന്റെ ഫോൺ അടുപ്പത്ത് വെച്ചേക്കുവാന്നോ? ഞാൻ വീട്ടില് വന്നതേ ഉള്ളൂ. ഞാൻ എവിടെ ഐമാക്സിനകത്ത് ഒഡീസി എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് കിടന്ന് വിളിച്ചോണ്ടിരുന്നേ. ഒഡീസി എന്നാ പോനാ? അല്ല കണ്ണാപ്പി കായംകുളത്തൊന്ന് വരുന്നുണ്ടെന്നേ. ശരിക്കും ഐമാക്സ് ഡിസ്പ്ലേയിൽ സ്ക്രീനിൽ മാത്രമേ ഐമാക്സ് ഷോർട്ട് ഫിലിം ആണ്. അത് ഐമാക്സ് ക്യാമറ വെച്ചെടുത്ത പടമാണ്. സംഭവം എന്താ വെച്ചാൽ ഐമാക്സ് നോർമൽ സ്ക്രീൻ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഐമാക്സ് കുറച്ചുകൂടെ പൊക്കമുള്ള ഇതാണ്. ഇപ്പൊ ചില മൂവിയൊക്കെ ക്ലോസ് ഷോട്ടിൽ കാണുന്നത് മറ്റേത് ലോങ് ഷോട്ടിലോട്ട് വരും, മനസ്സിലായി? അത് വരുമ്പോ ഫുൾ ആയിട്ട് കാണും. ഇപ്പൊ ചില മൂവി ഇപ്പം ഐമാക്സില് ഒഡീസി നോർമൽ ഇട്ടറി കാണുമ്പോൾ കണ്ണ് മാത്രമേ കാണത്തുള്ളൂ. ഐമാക്സ് കാണുമ്പോൾ മൊത്തം അതിന്റെ ബോഡി ഫുൾ ആയിട്ട് കാണും. അണ്ണാ ജനനായകന് പോയില്ല അണ്ണാ? ഇല്ലടാ ഞാൻ കണ്ടില്ലടാ. ഞാൻ ഡ്രൈവിംഗ് അല്ലായിരുന്നോടാ രാവിലെ, ഞാൻ വണ്ടി ഓടിച്ചു വന്നേ. ഷിഫ്റ്റ് അപ്പ് എന്നിട്ട് വീണ്ടും വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. സ്വിച്ച് ക്യാമറ. അയ്യോ സ്വിച്ച് ക്യാമറ ഞാൻ ഏത് കൊടുക്കും? സ്വിച്ച് ക്യാമറ. ഗുഡ് മോർണിംഗ്. ക്യാമറ സ്വിച്ച് ചെയ്യാറില്ലല്ലോ, പിന്നെന്തിനാ സ്വിച്ച് ക്യാമറ? ലുക്ക് ലെഫ്റ്റ്, ലുക്ക് റൈറ്റ്, ലുക്ക് ബാക്ക്. ഇത് വേണം കാരണം എന്റെ പുറകെ വരുന്നതിന് എനിക്ക് കാണണം. ഹോൺ വേണം, ഹോൺ വേണം. ചില അച്ചിപ്പട്ടികളെ ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേക സുഖം. ചില അച്ചിപ്പട്ടികളുണ്ടല്ലോ ഹോൺ അടിച്ച്, ചില അച്ചിപ്പട്ടികളെ ഹോൺ അടിച്ച് തന്നെ നമ്മള് ഇത് ചെയ്യണം. ഹോൺ അളിയ ഒരു മിനിറ്റ് അളിയാ, നീ ധൃതി പിടിക്കല്ലേടാ, നീ ധൃതി പിടിക്കല്ലടാ ഗോകു. കാരണം ഞാൻ ഫോം ഔട്ട് ആയിട്ട് വന്നാലേ ഈ കണ്ണാടി അളിയ, ഈ കണ്ണാടി വെച്ച് നിന്നെ അതും പുതിയ സെറ്റിംഗ്സിൽ ഞാൻ തോപ്പിക്കാൻ നീ വരാണ്ട് നമ്മൾ തൊടാറില്ല, മനസ്സിലായോ?
ഇത് പൊടി പിടിച്ചിരിക്കുവായിരുന്നു ഗോക്കു ഗോക്കു പൊടി നീ പിടിച്ചിരിക്കണം ഒരാൾ നമ്മളെ തൊടാറില്ല നീ അതുകൊണ്ട് അടങ്ങ് നമ്മളെല്ലാം ഒരേപോലെ തന്നെ അതൊക്കെ വെറുതെ ഇല്ല നമ്മൾ തൊട്ടിട്ടില്ല നീ ഒരാണ്ട് നീ തൊടാറില്ല എന്നാ നിങ്ങൾ വണ്ടി ഇട്ടോ ഞാൻ അങ്ങോട്ട് തുണി കൊണ്ട് വിരിച്ചിട്ടേക്ക് ഇത്ര ദിവസം അയ്യോ നനച്ച തുണി ഉണങ്ങാൻ ഗോകു എടാ ഈകളെ ഞാൻ പൊട്ടക്കണ്ണനെ പോലെ ഇരുന്ന് ഓടിക്കുന്നതല്ലേ. നീ ഓടിക്കണേ ഞാൻ ഇപ്പൊ വരാം കുറച്ച് കഴിയുമ്പോ വരാം എല്ലാവർക്കും ബൈ ഗൈസ് ആ അണ്ണു മറ്റേ സാധനം തരണേ എന്നിട്ട് ഡെസ്ട്രോയുടെ ലൈവ് നോക്കാനോ? എയിം ലാബ്സ് കളിക്കുന്നു കിക്കിലാണോ? കിക്ക് ഡെസ്ട്രോ